Radio Lime News Update. Brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. കാലാവസ്ഥാ വ്യതിയാനം താപനിലയെ പുതിയ ഉയരങ്ങളിലേക്ക് തള്ളിവിടുന്നതിനാൽ റെക്കോർഡുകൾ രേഖപ്പെടുത്തിയതിനു ശേഷം യുകെയിലെ ഏറ്റവും ചൂടേറിയ വർഷമായിരിക്കും ഇതെന്ന് മെറ്റ് ഓഫീസ് പറയുന്നു. ഒരാഴ്ചയിൽ കൂടുതൽ സമയം ബാക്കി നിൽക്കെ 2025 യുകെയിലെ ശരാശരി വായുവിന്റെ താപനില ഏകദേശം 10.5 ഡിഗ്രി സെൽഷ്യസായി ഉയരും. ക്രിസ്മസ് തണുപ്പ് കൂടുന്നത് അന്തിമ കണക്കുകളെ ബാധിച്ചേക്കാം. പക്ഷേ 2025 ആകുമ്പോഴേക്കും 2022 10.03 ഡിഗ്രി സെൽഷ്യസ് എന്ന താപനില റെക്കോർഡ് മറികടക്കുമെന്ന് മെറ്റ് ഓഫീസ് പറയുന്നു. മഴയുടെ അഭാവത്തോടൊപ്പം തുടർച്ചയായ ചൂട് രാജ്യത്തെ വസന്തകാലത്തും വേനൽക്കാലത്തും വരൾച്ചയ്ക്കും കാട്ടുതീക്കും ഇരയാക്കുമെന്നും പറയുന്നു. താപനില 35.8 ഡിഗ്രി സെൽഷ്യസായി ഉയരുമെന്നും പറയുന്നു. വർഷം തോറും താപനില സ്വാഭാവികമായി വ്യത്യാസപ്പെടുന്നുണ്ടെങ്കിലും മനുഷ്യർ മൂലമുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനമാണ് യുകെയിലെ അതിവേഗം ചൂടാകുന്ന പ്രവണതയ്ക്ക് കാരണമെന്ന് ശാസ്ത്രജ്ഞർക്ക് വ്യക്തമായി പറയാൻ കഴിയുകയില്ല എന്നും മറ്റുള്ള വൃത്തങ്ങൾ സൂചിപ്പിക്കും. 1800കളുടെ അവസാനം മുതലുള്ള അളവുകൾ പ്രകാരം 2025 അവസാനത്തോടെ യുകെയിലെ ഏറ്റവും ചൂടേറിയ 10 വർഷങ്ങൾ കഴിഞ്ഞ 2 ദശകങ്ങൾ സംഭവിച്ചതായിരിക്കും. ലോകമെമ്പാടും ചൂട് കൂടുന്നതിന് കാരണമാകുന്നതുപോലെ മനുഷ്യനിർമ്മിതമായ കാലാവസ്ഥാ വ്യതിയാനം യുകെയിലും ചൂട് കൂടുന്നതിന് കാരണമാകുന്നു. മെറ്റ് ഓഫീസിലെ കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായ ആമി ഡൊഹാർട്ടി പറഞ്ഞു. കഴിഞ്ഞ 40 വർഷമായി നമ്മൾ കണ്ടതും ഇനി കാണാൻ പോകുന്നതും കൂടുതൽ റെക്കോർഡുകൾ തകർത്തതും കൂടുതൽ കടുത്ത ചൂടുള്ള വർഷങ്ങളുമാണ്. അതിനാൽ 10 വർഷം മുൻപ് 20 വർഷം മുൻപ് സാധാരണമായിരുന്ന കാര്യങ്ങൾ ഭാവിയിൽ തണുപ്പുള്ളതായിത്തീരും, അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇംഗ്ലണ്ടിലെ എല്ലാ കൌൺസിൽ നേതാക്കൾക്കും 4 ദിവസത്തെ പ്രവൃത്തിയാഴ്ചകൾ ഏർപ്പെടുത്തരുതെന്ന് മുന്നറിയിപ്പ് നൽകി തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി സ്റ്റീവ് റീഡ് കത്തെഴുതി. നിർബന്ധമായ ന്യായീകരണമില്ലാതെ മുഴുവൻ സമയ ശമ്പളത്തിന് പാർട്ട് ടൈം ജോലി ചെയ്യുന്ന കൌൺസിൽ ജീവനക്കാർ സാധ്യതയുള്ള പരാജയത്തിന്റെ ഒരു സൂചകമായി കണക്കാക്കപ്പെടും എന്ന് കത്തിൽ പറയുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സർക്കാരിന്റെ നയം എല്ലാ കൌൺസിലുകൾക്കും വ്യക്തമായി അദ്ദേഹം വ്യക്തമാക്കിയെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രാദേശിക കൌൺസിലുകളിൽ നിന്ന് വോട്ടർമാർ ഉയർന്ന നിലവാരവും കഠിനാധ്വാനവും അർഹിക്കുന്നു. കൌൺസിൽ ജീവനക്കാർ ആഴ്ചയിൽ 4 ദിവസം ജോലി ചെയ്യുന്നത് കാണുന്നത് അവരുടെ ജോലി കുറയ്ക്കില്ല എന്ന് ഒരു ലേബർ വൃത്തം പറഞ്ഞു. അവർ ജോലിയിൽ തുടരുകയും ആഴ്ചയിൽ 5 ദിവസവും താമസക്കാർക്ക് ഏറ്റവും മികച്ച സേവനം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം, ഷോദസ് കൂട്ടിച്ചേർത്തു. ദി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്ത കൌൺസിലർക്കുള്ള കത്തിൽ റീഡ് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പാർട്ട് ടൈം ജോലിക്ക് മുഴുവൻ സമയ വേതനം വാഗ്ദാനം ചെയ്യരുത് എന്നാണ്. 4 ദിവസത്തെ പ്രവൃത്തി ആഴ്ച അംഗീകരിച്ച ആദ്യത്തെ UK കൌൺസിലിൽ റീഡ് മുമ്പ് തന്റെ അഗാധമായ നിരാശ പ്രകടിപ്പിച്ചിരുന്നു. 2023 ചെറിയ പ്രവൃത്തിയാഴ്ച പരീക്ഷിച്ചു തുടങ്ങിയതിനു ശേഷം ലിബറൽ ഡെമോക്രാറ്റുകൾ നയിക്കുന്ന സൗത്ത് കേംബ്രിഡ്ജ്ഷെയർ ഡിസ്ട്രിക്ട് കൌൺസിൽ ജൂലൈയിൽ ആഴ്ചയിൽ 4 ദിവസം സ്ഥിരമായി ജോലി ചെയ്യുന്നതിലേക്ക് ആദ്യമായി നീങ്ങി. കൌൺസിലിന്റെ ഭവന സേവനത്തിൽ പ്രകടനത്തിൽ ഇടിവ് ഉണ്ടായിട്ടുണ്ടെന്ന് റീഡ് പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇത് എങ്ങനെ ലഘൂകരിക്കുമെന്നും അദ്ദേഹം ചോദിച്ചു. ഏത് കൌൺസിലും പരാജയമാണെന്ന് കണ്ടെത്തിയാൽ സർക്കാരിന് അതിൽ ഇടപെടാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചില മേഖലകളിൽ ജീവനക്കാരുടെ കടുത്ത ക്ഷാമം മുൻനിർത്തി വിദേശ ജോലിക്കാർക്കുള്ള വിസ നിയമങ്ങളിൽ UK സർക്കാരിന്റെ താൽക്കാലിക ഇളവ്. ജയിലുകളിലടക്കം ജീവനക്കാരുടെ ഗുരുതരമായ ക്ഷാമം ഒഴിവാക്കുന്നതിനായി വിദേശ ജയിൽ ഉദ്യോഗസ്ഥർക്കുള്ള വിസ നിയമങ്ങളിൽ UK സർക്കാർ താൽക്കാലിക ഇളവ് പ്രഖ്യാപിച്ചത് ഇതിന്റെ ഭാഗമായാണ്. സ്കിൽഡ് വർക്കർ വിസയ്ക്ക് ജൂലൈയിൽ ശമ്പള പരിധി 41,700 പൗണ്ടായി ഉയർത്തിയതിനെ തുടർന്ന് നിലവിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് വിദേശ ഉദ്യോഗസ്ഥർക്ക് വിസ പുതുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകുമെന്ന മുന്നറിയിപ്പുകളാണ് സർക്കാർ തീരുമാനത്തിലേക്ക് നയിച്ചത്. നൈജീരിയ, ഘാന തുടങ്ങിയ പാശ്ചാത്യ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ജീവനക്കാരെ കൂടുതലായി ആശ്രയിക്കുന്ന ജയിലുകൾക്ക് ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് ചീഫ് ഇൻസ്പെക്ടർ ഓഫ് പ്രിസൺസ് ചാർലി ടൈലർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജസ്റ്റിസ് സെക്രട്ടറി ഡേവിഡ് ലാമിയുടെ ഇടപെടലിനെ തുടർന്നാണ് സർക്കാർ നടപടി. പുതിയ നിയമം നടപ്പാക്കിയാൽ ജയിലുകളുടെ പ്രവർത്തനവും സുരക്ഷയും തകരുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ UKയിൽ ജോലി ചെയ്യുന്ന വിദേശ ജയിൽ ഉദ്യോഗസ്ഥർക്ക് 2026 അവസാനം വരെ ഉയർന്ന ശമ്പള പരിധിയിൽ നിന്ന് ഒഴിവ് അനുവദിക്കും. തുടർന്ന് 2027 ഡിസംബർ 31 വരെ 33,400 പൗണ്ട് എന്ന കുറഞ്ഞ ശമ്പള പരിധിയിൽ വിസ പുതുക്കാനും അനുമതി നൽകും. ജീവനക്കാരുടെ കുറവ് അനുഭവപ്പെടുന്ന മറ്റു ചില മേഖലകളിലും ഇളവ് അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഇംഗ്ലണ്ടിലെ മൃഗക്ഷേമ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള നിരവധി നിർദ്ദേശങ്ങളുടെ ഭാഗമായി കോഴിക്കൂടുകളുടെ ഉപയോഗം അവസാനിപ്പിക്കാൻ സർക്കാർ പദ്ധതിയിടുന്നു. പ്രസവ സമയത്തും മുലയൂട്ടുന്ന സമയത്തും പന്നിക്കുട്ടികൾ അവയുടെ കുഞ്ഞുങ്ങളിലേക്ക് ഉരുണ്ടുകൂടുന്നത് തടയാൻ പെറോയിങ് ക്രേറ്റുകളുടെ ഉപയോഗം ഒഴിവാക്കുന്നതും നടപടികൾ ഉൾപ്പെടുമെന്ന് ധാരണ. ബ്രിട്ടീഷ് കർഷകർക്ക് അന്യായമായ മത്സ്യം തടയുന്നതിന് ഇറക്കുമതി അതേ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് നിയമങ്ങൾ ആവശ്യപ്പെടണമെന്ന് നാഷണൽ ഫാമേഴ്സ് യൂണിയൻ പറഞ്ഞു. ട്രയൽ ഹണ്ടിംഗ്, നായ്ക്കുട്ടി വളർത്തൽ എന്നിവ നിരോധിക്കുന്നതുൾപ്പെടെയുള്ള പരിഷ്കാരങ്ങളുടെ പാക്കേജ് ഒരു തലമുറയിലെ ഏറ്റവും അഭിലഷണീയമായ മൃഗക്ഷേമ തന്ത്രമാണെന്ന്
സെക്രട്ടറി എമ്മ റെയ്നോൾഡ്സ് പറഞ്ഞു. എന്നാൽ ഗ്രാമീണ ബ്രിട്ടനെക്കുറിച്ച് ലേബർ പാർട്ടിക്ക് താൽപര്യമില്ലെന്ന് ഇത് തെളിയിക്കുന്നുവെന്ന് കൺസർവേറ്റീവുകൾ ചൂണ്ടിക്കാട്ടി. 2030 ആകുമ്പോഴേക്കും പുതിയ തന്ത്രം നടപ്പിലാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. മൃഗശാലകളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും നായ്ക്കുട്ടികളുടെ കള്ളക്കടത്ത് അവസാനിപ്പിക്കുന്നതിനും നായ്ക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് കന്നുകാലികളെ സംരക്ഷിക്കുന്നതിനും ഞങ്ങൾ ഇതിനകം തന്നെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂട്ടിലടച്ച കോഴികൾ, ക്രൂരമായ കെണികൾ, പാതവേട്ട എന്നിവ നിരോധിക്കാനും കുറഞ്ഞ ക്ഷേമ നായ പ്രജനനം തടയാനും ഞങ്ങൾ പദ്ധതിയിടുന്നു, റെയ്നോൾഡ്സ് കൂട്ടിച്ചേർത്തു. ഇനി നാട്ടിലെ വാർത്തകൾ. വാഹനാപകടത്തെ തുടർന്ന് മരണത്തോട് മല്ലടിച്ച യുവാവിന് റോഡിൽ വെച്ച് തന്നെ ശസ്ത്രക്രിയ നടത്തി രക്ഷകരായി 3 ഡോക്ടർമാർ. സംഭവം കൊച്ചിയിൽ. എറണാകുളം ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ ഡോക്ടർ തോമസ് പീറ്റർ, ഡോക്ടർ ദിദിയ, കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോവാസ്കുലർ തൊറാസിക് സർജൻ ഡോക്ടർ ഡോക്ടർ മനൂപ് എന്നിവർ ചേർന്നാണ് അസാധാരണ സാഹചര്യത്തിൽ അടിയന്തര ചികിത്സ നൽകിയത്. സർജിക്കൽ ഉപകരണങ്ങൾ ഒന്നുമില്ലാതിരുന്നിട്ടും അപകടത്തിൽപ്പെട്ട യുവാവിന്റെ ജീവൻ രക്ഷിക്കാനായി റേസർ ബ്ലേഡും ജ്യൂസ് കുടിക്കാൻ ഉപയോഗിക്കുന്ന സ്ട്രോയും ഉപയോഗിച്ചായിരുന്നു അടിയന്തര ശസ്ത്രക്രിയ. ഞായറാഴ്ച രാത്രി 8:30 ഉദയംപേരൂർ വലിയംകുളത്ത് ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് 3 പേർക്ക് പരിക്കേറ്റത്. ഇതിൽ ബൈക്ക് യാത്രക്കാരനായ ലിനീഷിന്റെ നില അതീവ ഗുരുതരമായിരുന്നു. മുഖത്തും പല്ലുകളിലും ഉണ്ടായ പരിക്കിനെ തുടർന്ന് രക്തം കട്ടപിടിച്ച് ശ്വാസനാളം പൂർണ്ണമായി അടഞ്ഞ നിലയിലായിരുന്നു യുവാവ്. ശ്വാസമെടുക്കാൻ കഴിയാതെ റെസ്പിറേറ്ററി അറസ്റ്റ് അവസ്ഥയിലേക്ക് നീങ്ങുമ്പോഴാണ് വഴിയാത്രക്കാരായ ഡോക്ടർമാർ ഉടൻ ഇടപെട്ടത്. ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സമയം പോരെന്ന തിരിച്ചറിവിലാണ് വഴിയരികിൽ ലഭ്യമായ സാധനങ്ങൾ ഉപയോഗിച്ച് ശ്വാസനാളം തുറക്കാൻ തീരുമാനിച്ചത്. നാട്ടുകാരുടെയും പോലീസിന്റെയും സഹായത്തോടെ ലഭിച്ച ഒരു റേസർ ബ്ലേഡും ശീതളപാനീയങ്ങൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന സ്ട്രോയും ഉപയോഗിച്ചായിരുന്നു സാധാരണയായി എമർജൻസി റൂമുകളിൽ നടത്തുന്ന സർജിക്കൽ ക്രിക്കോതൈറോട്ടമി നടത്തിയത്. ശസ്ത്രക്രിയയിലൂടെ ശ്വാസം വീണ്ടെടുത്ത യുവാവിനെ തുടർന്ന് വൈറ്റ്ല വെൽകെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടബാധ്യത ഒഴിവാക്കാൻ സമ്മാന കൂപ്പണുകൾ അച്ചടിച്ച് വിൽപ്പന നടത്തിയ പ്രവാസി അറസ്റ്റിൽ. അടയ്ക്കാത്തോട് കാട്ടുപാലത്ത് ബെന്നി തോമസിനെ ലോട്ടറി വകുപ്പിന്റെ പരാതിയിൽ കാട്ടുപാലത്ത് ബെന്നി തോമസിനെയാണ് ലോട്ടറി വകുപ്പിന്റെ പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. 1500 രൂപയുടെ കൂപ്പൺ എടുത്താൽ സമ്മാനമായി 3300 സ്ക്വയർ ഫീറ്റ് വീടും 26 സെന്റ് സ്ഥലവും വാഗ്ദാനം ചെയ്തായിരുന്നു സമ്മാന കൂപ്പൺ അടിച്ചത്. കൂപ്പൺ വിറ്റ് നറുക്കെടുപ്പിനുള്ള തീയതിയും പ്രഖ്യാപിച്ചപ്പോഴാണ് ലോട്ടറി വകുപ്പിന്റെ പരാതിയിൽ പോലീസ് ഇടപെടൽ. ജപ്തി നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനും ഭാര്യയുടെ ചികിത്സ നടത്താനുമായാണ് കേളകം പഞ്ചായത്ത് അടയ്ക്കാത്തോട് കാട്ടുപാലം ബെന്നി തോമസ് വീടും സ്ഥലവും വാഹനങ്ങളും നറുക്കെടുപ്പിൽ വെച്ചത്. ശനിയാഴ്ചയായിരുന്നു നറുക്കെടുപ്പിന് തീയതി നിശ്ചയിച്ചത്. ഇതിനിടെ പോലീസ് എത്തി ബെന്നിക്കെതിരെ കേസെടുക്കുകയും ബാക്കിയുണ്ടായിരുന്ന കൂപ്പണുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ഇന്ന് രാവിലെയാണ് ബെന്നിയെ അറസ്റ്റ് ചെയ്തത്. നറുക്കെടുപ്പിന് കൂപ്പൺ വിൽപ്പന തുടങ്ങിയപ്പോൾ സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിയെന്നും നറുക്കെടുപ്പുമായി മുന്നോട്ട് പോകുന്നതിൽ തടസ്സമില്ലെന്നും അറിയിച്ചതാണെന്നുമാണ് ബെന്നി പറയുന്നത്. കോടതിയിൽ ഹാജരാക്കിയ ബെന്നിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. സൗദി റിയാദിൽ ബിസിനസ് നടത്തിയിരുന്ന ബെന്നിക്ക് കോവിഡ് ലോക്ഡൌൺ കാലത്ത് നഷ്ടമുണ്ടായി. ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാനായില്ല. കടം പെരുകി ദശലക്ഷങ്ങളായി. ഇതിനിടെ ഭാര്യയ്ക്ക് ക്യാൻസർ ബാധിച്ച ചികിത്സയ്ക്കായി വൻ തുക ചെലവഴിക്കേണ്ടി വന്നു. കടം വീട്ടാൻ വീട് വിൽക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. വീട് ജപ്തിയുടെ വക്കിലെത്തിയതോടെയാണ് സമ്മാന കൂപ്പൺ എന്ന ആശയത്തിലേക്ക് ബെന്നി വന്നത്. 1ാം സമ്മാനം വീടും സ്ഥലവും, 2ാം സമ്മാനം യൂസ്ഡ് ഥാർ കാർ, 3ാം സമ്മാനം യൂസ്ഡ് മാരുതി സെലേറിയോ കാർ, 4ാം സമ്മാനം പുതിയ എൻഫീൽഡ് ബുള്ളറ്റ് എന്നിവയാണ് പ്രഖ്യാപിച്ചത്. ഇതിനിടെ വീട് സ്ഥലവും വിൽപ്പന നടത്താനും ശ്രമിച്ചുകൊണ്ടിരുന്നു. വിൽപ്പന നടന്നാൽ കൂപ്പൺ വാങ്ങിച്ചവർക്ക് പണം തിരികെ നൽകാനായിരുന്നു തീരുമാനം. ലോട്ടറി നിയമങ്ങളുടെ ലംഘനമാണ് കൂപ്പൺ പദ്ധതിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് നറുക്കെടുപ്പ് തടഞ്ഞത്. കഴിഞ്ഞ മാർച്ചിലാണ് ബെന്നി കൂപ്പൺ പദ്ധതി ആരംഭിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായകമായ വഴിത്തിരിവിലേക്ക്. ശബരിമലയിലെ പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയെന്ന് വ്യക്തമാക്കുന്ന മൊഴികൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായാണ് വിവരം. മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല SITക്ക് നൽകിയ മൊഴിയിൽ ഒരു വ്യവസായിയെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. ഈ വ്യവസായിയുടെ മൊഴിയിൽ നിന്നാണ് ശബരിമലയിലെ വിഗ്രഹങ്ങൾ കടത്തിയതായി വിവരം ലഭിച്ചത്. ശബരിമലയിലെ 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയതായാണ് വ്യവസായി മൊഴി നൽകിയിരിക്കുന്നത്. ചെന്നൈ സ്വദേശിയായ ഡി മണി എന്ന ആളാണ് ഇത് വാങ്ങിയിരിക്കുന്നത്. 2019-2020 കാലഘട്ടത്തിലാണ് വിഗ്രഹക്കടത്ത് നടന്നത്. A പത്മകുമാറും N വാസുവുമായിരുന്നു ഇക്കാലത്ത് ദേവസ്വം പ്രസിഡന്റുമാർ. നിലവിൽ 2 പേരും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ജയിലിലാണ്. സ്വർണ്ണക്കൊള്ളക്കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് വിഗ്രഹക്കടത്തിന് ഇടനില നിന്നത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഡി മണി പുരാവസ്തുക്കടത്ത് സംഘത്തിന്റെ ഭാഗമായിരിക്കാമെന്നും പോലീസ് കരുതുന്നു. 2020 ഒക്ടോബർ 26 തിരുവനന്തപുരത്ത് വെച്ച് പണം കൈമാറി ഡി മണി നേരിട്ടെത്തി പണം നൽകിയെന്നാണ് വ്യവസായിയുടെ മൊഴി. ശബരിമലയുമായി അടുത്ത ബന്ധമുള്ള ഒരു ഉന്നതനാണ് പണം വാങ്ങിയതെന്നും വിവരം. പണം കൈപ്പറ്റുമ്പോൾ ഇയാളും പോറ്റിയും ഡി മണിയും മാത്രമായിരുന്നു സ്ഥലത്തുണ്ടായിരുന്നത്. ഡി മണി ആരാണെന്ന് കണ്ടെത്തി ഇയാളെ വിശദമായി ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവ്വകാല റെക്കോർഡിൽ. സ്വർണ്ണവില 1 ലക്ഷം രൂപയെന്ന നാഴികക്കല്ല് പിന്നിട്ടു. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിലെത്തിയതാണ് കേരള വിപണിയിലും പ്രതിഫലിച്ചത്. ഗ്രാമിന് 220 രൂപ വർദ്ധിച്ച് 12,700 രൂപയിലെത്തിയപ്പോൾ പവൻ വില 1,01,600 രൂപയായി മാറി. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന 18 കാരറ്റ് സ്വർണ്ണത്തിന്റെ വിലയിലും വർധനവുണ്ട്. ഗ്രാമിന് 180 രൂപ കൂടി 10,400 രൂപയിലെത്തി. 14 കാരറ്റ് സ്വർണ്ണത്തിന്റെ വില ഗ്രാമിന് 140 രൂപ വർദ്ധിച്ച് 8,130 രൂപയും ആയി. ഇനി സ്പോർട്സ് വാർത്തകൾ.
ഈ വർഷത്തെ അവസാന ഫിഫ റാങ്കിങ്ങിലും സ്പെയിൻ തന്നെ ഒന്നാമത്. അർജന്റീനയാണ് രണ്ടാം സ്ഥാനത്ത്. അറബ് കപ്പ് സ്വന്തമാക്കിയ മൊറോക്കോ 11ാം സ്ഥാനത്തെത്തി. യൂറോ ചാമ്പ്യന്മാരായ സ്പെയിനിന് ലോക കിരീടം നേടാനുള്ള ഊർജ്ജം ഒന്നാം റാങ്കിൽ നിന്ന് ലഭിക്കുമെന്നാണ് ആരാധക പ്രതീക്ഷ. ലോക ചാമ്പ്യന്മാരായ അർജന്റീനയാണ് സ്പെയിനിന് പിന്നിൽ രണ്ടാമത്. കോപ്പ കിരീടം നേടിയെത്തുന്ന മെസ്സിയും സംഘവും അടുത്ത വർഷം ആദ്യം തന്നെ സെമിയിൽ സ്പെയിനിനെ നേരിടും. എല്ലാവരും കാത്തിരിക്കുന്ന മെസ്സി ലമീൻ യമാൻ പോരാട്ടവും ആരാധകർക്ക് കാണാനാകും. ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ബ്രസീൽ എന്നിങ്ങനെയാണ് ആദ്യ 5-ലുള്ള ടീമുകൾ. അടുത്ത വർഷം ഫുട്ബോൾ ലോകകപ്പിന് സംയുക്ത ആതിഥേയരാകുന്ന അമേരിക്ക 14ാം സ്ഥാനത്തും മെക്സിക്കോ 15ാമതും. കാനഡ 27ാം സ്ഥാനത്തുമാണ്. അറബ് കപ്പ് നേടിയ മൊറോക്കോ 11ാം സ്ഥാനത്തുണ്ട്. ജോർദാൻ, വിയറ്റ്നാം, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങൾ റാങ്കിങ്ങിൽ മുന്നേറി. 80ാം റാങ്കിലുള്ള കൊസോവയാണ് ഈ വർഷത്തെ ഏറ്റവും മിന്നും പ്രകടനം നടത്തിയത്. 2025-ൽ 89 പോയിന്റാണ് കൊസോവ നേടിയത്. കൊസോവ ഇക്കൊല്ലം 19 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി. കൊസോവയ്ക്കൊപ്പം മറ്റ് 12 രാജ്യങ്ങളും 10ലേറെ സ്ഥാനം ഇക്കൊല്ലം മെച്ചപ്പെടുത്തി. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 121.04 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.